അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹിൽ ഫായിസീന ബിറിളല്ലാഹ്. അമ്മാ ബഅദ്. ഏറ്റവും ആദരവും ബഹുമാനവും നിറഞ്ഞ മുഅ്മിനുകളെ, മുഅ്മിനാത്തുകളെ, പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ പുണ്യമാക്കപ്പെട്ട ഈ മാസത്തിൽ അബുദാബി സുന്നി സെൻ്റർ എന്ന മഹത്തായ സംഘടന നടത്തിവരുന്ന സിറത്തുൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന ശീർഷകത്തിലുള്ള ഓൺലൈൻ കോഴ്സിൻ്റെ 4ാമത് സീസൺ 28ാമത് എപ്പിസോഡിലാണ് നമ്മളുള്ളത്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ എപ്പിസോഡിന് തുടക്കം കുറിക്കുന്നു. യാ അക്റമൽ ഖൽഖി മാ ലീമൻ അലൂദു ബിഹി സിവാക ഇൻദ ഹുലൂലിൽ ഹാദിസിൽ അമിമി മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിമി. സൃഷ്ടികളിൽ ഏറ്റവും ബഹുമാന്യരായ ഹബീബരെ, വ്യാപകമായി ദുരന്തങ്ങൾ പെയ്തിറങ്ങുന്ന കാലത്ത് അഭയം തേടിപ്പോവാൻ അങ്ങല്ലാതെ എനിക്കാരുമില്ല. മഹ്ശറിനെക്കുറിച്ചാണ് ഇമാം ബുസ്രി റളിയല്ലാഹു തആല അൻഹു ഇപ്പറയുന്നത്. ഭയാനകമായിരിക്കുന്ന ദുരന്തങ്ങൾ വ്യാപകമായിട്ട് പെയ്തിറങ്ങുന്ന ഒരു സമയം. ആ സമയത്ത് പരലോകത്ത് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശുപാർശയിലാണ് കവിയുടെ പ്രതീക്ഷ. ഇതാണ് മഹാനവറുകൾ പറയുന്നത്. അതുകൊണ്ട് നബിയെ, ദുനിയാവ് ഇങ്ങനെയൊക്കെയാണ് കഴിഞ്ഞുപോയി. 150-ൽ പരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കീർത്തന വരികൾക്ക് ശേഷം ഇമാം ബുസ്രി റളിയല്ലാഹു തആല അൻഹു പറയാണ്, നബിയെ, ഞാൻ ഈ വരികളിലൂടെ ഒക്കെ അങ്ങയെ ഒരുപാട് മദ്ഹ് ചെയ്തു. ഇനി അങ്ങയോട് ഞാൻ സഹായം തേടുകയാകുന്നു. ഇങ്ങനെയൊക്കെയായ ഈ ദുനിയാവിൽ നിന്ന് അങ്ങോട്ട് കഴിഞ്ഞുപോയി നാളെ മഹ്ശറിൻ്റെ ദിവസത്തിൽ നേരിട്ടെത്തുന്നു. ആ സമയത്ത് വ്യാപകമായിരിക്കുന്ന ദുരന്തങ്ങൾ വന്നു ഭവിക്കുന്ന ആ സമയം, അന്ത്യനാളിൽ ഏറ്റവും പാപികളിൽ പാപിയായ എനിക്ക് അഭയസ്ഥാനമായി ഹബീബ് തങ്ങളുടെ തിരുസന്നിധി മാത്രമാകുന്നു. അതുകൊണ്ട് അവിടുന്ന് എന്നെ കൈവിടരുത്. ഇതാണ് ഇമാം ബുസ്രി റളിയല്ലാഹു തആല അൻഹു പറയുന്നത്. അഥവാ അങ്ങേക്ക് അല്ലാഹു തആല സവിശേഷമായി നൽകിയ ഒരു അധികാരമുണ്ട് പരലോകത്ത്, സജ്ജനങ്ങൾക്ക് വേണ്ടി ശുപാർശ ചെയ്യുക എന്നുള്ളത്. അള്ളാഹു തൃപ്തിപ്പെട്ടവർക്ക് വേണ്ടി അള്ളാഹുവിൻ്റെ അനുമതിയോടെയുള്ള ശുപാർശയാണത്. വിചാരണ നേരത്തെയാക്കുക, സ്വർഗപ്രവേശം, പദവികൾ ഉയർത്തുക തുടങ്ങിയവയ്ക്കു വേണ്ടി പ്രധാന ശുപാർശകൾ എന്ന് ഹദീസുകളിൽ നിന്ന് വ്യക്തമാവുന്നുണ്ട്. എന്നാൽ പ്രവാചകനെ സ്നേഹിച്ചവർക്കും റൗള സന്ദർശിച്ചവർക്കും സ്വലാത്ത് ചൊല്ലിയവർക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചവർക്കും അവിടുത്തെ ചര്യ അനുസരിച്ച് ജീവിച്ചവർക്കുമെല്ലാം ശുപാർശയുടെ അനുഗ്രഹം ലഭിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തിരുവചനങ്ങളിൽ പറഞ്ഞിട്ടുണ്ടുവല്ലോ. അതുകൊണ്ട് അള്ളാഹുവിൽ പങ്കുചേർക്കാതെ മരിച്ചവർക്കെല്ലാം പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശുപാർശയുടെ ഗുണം ലഭിക്കുമെന്നും ഹദീസുകളിൽ രേഖപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് പുണ്യപ്രവാചകരെ, ഒന്നുമില്ലാതെ വെറും കൈയോടെ വരുന്ന ആ നാളിൽ, ഭയാനകമായിരിക്കുന്ന ആ നാളിൽ അങ്ങയിലാകുന്നു നമ്മുടെ പ്രതീക്ഷ എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് കേണപേക്ഷിക്കുകയാണ് ഇമാം ബുസ്രി റളിയല്ലാഹു അൻഹു. വലൻ യളീഖ റസൂലല്ലാഹി ജാഹുക ബി ഇദൽ കരീമു തഹൽ
ലാ ബിസ്മി മുന്തഖിമീ. പുണ്യനബിയേ, കരീമായ അള്ളാഹു പാപികളെ ശിക്ഷിക്കുന്നവൻ എന്ന വിശേഷം ചമയാൻ ഒരുങ്ങുന്ന ദിനം ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്ഥാനവും പദവിയും കൊണ്ടുള്ള ഗുണം എനിക്ക് അന്യമാകാൻ പാടില്ല. അതുകൊണ്ട് നബിയെ, അള്ളാഹുവിൻ്റെ അധികാരം പ്രയോഗിക്കുന്ന ഒരു ദിവസം വരാനിരിക്കാൻ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ശഫാഅത്തുണ്ട്. എന്നാൽ അല്ലാഹു തആല ഒരേ സമയം രണ്ട് മേൽവിലാസവും നിലനിർത്തുന്നു. അല്ലാഹു തആല കരീമാണ്, ഏറ്റവും ഉദാരനാകുന്നു റബ്ബ് തആല. എന്നാൽ അല്ലാഹു തആല ശിക്ഷിക്കുന്നവനാകുന്നു. അല്ലാഹു രണ്ടാമത് പറഞ്ഞ ശിക്ഷിക്കുന്നവൻ എന്ന് പറഞ്ഞ മേൽവിലാസക്കാരനാകുന്ന ഒരു അവസരം ഈ സമയത്ത് നബിയെ അങ്ങയുടിലാകുന്നു പ്രതീക്ഷ. കാരണം പാപങ്ങളുടെ കൂമ്പാരവുമായിട്ട് നാളെ ആഖിറത്തിൽ വരുമ്പോൾ അള്ളാഹുവിൻ്റെ അധികാരം പ്രയോഗിക്കും എന്നുള്ളത് ഉറപ്പാണ്. ആ സമയത്ത് നബിയെ, കരീമായ അങ്ങയുടെ വിശേഷണമാകുന്നു എനിക്ക് ആകെയുള്ള ഒരു പ്രതീക്ഷ. അങ്ങ് അവിടുന്ന് മടക്കി വിടുകയില്ല. കാരണം അങ്ങ് കരീമാണല്ലോ. അതുകൊണ്ട് നബിയെ, അങ്ങ് എനിക്ക് വേണ്ടി വാദിക്കാൻ തയ്യാറാവണം. അങ്ങയിലാകുന്നു എനിക്ക് വലിയ പ്രതീക്ഷ എന്ന് പറയാണ് ഇമാം ബുസ്രി റളിയല്ലാഹു തആല അൻഹു. കാരണം ഒരു നാൾ പാപികളെ ശിക്ഷിക്കാതിരിക്കുകയില്ല. റബ്ബ് തആല അതിനു വേണ്ടി ഒരുങ്ങും. മുൻതഖിം എന്ന നാമത്തിന് അത് കൃത്യമായിട്ട് അതിനു വേണ്ടിയിട്ട് കളമൊരുങ്ങുന്ന സമയമാണല്ലോ മഹ്ശർ. ഒരാൾക്കും ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്ന് മാത്രമല്ല, എല്ലാവരും വിരപിക്കുന്ന ഒരു സമയമാണ്. റബ്ബിൻ്റെ മുമ്പിൽ തേങ്ങി കരയുന്ന ഒരു സമയം. എന്നാൽ ആ സമയത്ത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അള്ളാഹു കൊടുത്ത ഒരു നാമമുണ്ട്, ഒരു പദവിയുണ്ട്. അത് കരീം. അത് ഉപയോഗപ്പെടുത്തി ഹബീബ് പലരെയും രക്ഷിക്കും. കൂട്ടത്തിൽ ആ രക്ഷ ഈ പാപിയായ എനിക്കും നബിയെ ലഭിക്കണം. അത് അന്യം നിന്ന് പോകാൻ പാടില്ല. അവിടുന്ന് എന്നെ എങ്ങനെയെങ്കിലും ആ സമയത്ത് ഒന്ന് രക്ഷിക്കണം. കാരണം അള്ളാഹുവിൻ്റെ അധികാരം, മുൻതഖിം എന്ന സിഫത്ത് അള്ളാഹു പ്രയോഗിക്കുന്ന ഒരു സമയം. ആ സമയത്ത് നബിയെ, അങ്ങ് ഞങ്ങളുടെ കൈവടിയേകരുതേ എന്നാണ് ഇമാം ബുസ്രി റളിയല്ലാഹു തആല അൻഹു പറയുന്നത്. ഫഇന്ന മിൻ ജൂദിക ദുനിയാ വദറതഹാ വമിൻ ഉലൂമിക ഇൽമൽ ലൗഹി വൽ ഖലമി. നബിയെ, ദുനിയാവും ആഖിറവും ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഔദാര്യത്തിലുണ്ട്. അങ്ങ് കരസ്ഥമാക്കിയ വിജ്ഞാനങ്ങളിൽ ലൗഹിൻ്റെയും ഖലമിൻ്റെയും ഇൽമുകളും ഉൾക്കൊണ്ടിരിക്കുന്നു. ഫഇന്ന മിൻ ജൂദിക ദുനിയാ വദറതഹാ. ദുനിയാവും ആഖിറവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഔദാര്യത്തിലുണ്ട്. അതുപോലെ തന്നെയാകുന്നു ലൗഹിൻ്റെയും ഖലമിൻ്റെയും വിജ്ഞാനങ്ങൾ, അതിൻ്റെ ഇൽമുകൾ അങ്ങ് കരസ്ഥമാക്കിയ വിജ്ഞാനങ്ങളിൽ ഉൾക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് പുണ്യനബിയെ, ദുനിയാവും ആഖിറവും ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഔദാര്യത്തിൽ പെട്ടതാകുന്നു. ദുനിയാവിലെ ഖൈറുകളും ആഖിറത്തിലെ ഖൈറുകളും ഹബീബ് നൽകും. അതിനുള്ള അധികാരം പടച്ച റബ്ബ് അല്ലാഹു മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വകവച്ച് നൽകും. അതുമാത്രമല്ല, വമിൻ ഉലൂമിക ഇൽമൽ ലൗഹി വൽ ഖലമി. ലൗഹുൽ മഹ്ഫൂദിലെ ഇൽമുകളും ലൗഹിലെ കലമിൻ്റെ ഇൽമുകളും ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിജ്ഞാന സാഗരത്തിൽ പെട്ടതാകുന്നു.
മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിജ്ഞാനത്തിൽപ്പെട്ടതാണ് ലൗഹിൻ്റെയും ഖലമിൻ്റെയും വിജ്ഞാനം എന്ന് പറഞ്ഞു. എന്നാൽ ഖലം എന്ന് പറയുന്നത് പേന എന്ന അർത്ഥമാകുന്നു. മനുഷ്യൻ്റെ പ്രവർത്തനങ്ങൾ അള്ളാഹു മുൻകൂട്ടി രേഖപ്പെടുത്തി വച്ച പേനയാണ് ഉദ്ദേശ്യം. അദൃശ്യകാര്യങ്ങൾ എഴുതിയിട്ടുള്ളത് ഈ പേന കൊണ്ടാണ്. ഈ പേനയാണ് അള്ളാഹു ആദ്യം സൃഷ്ടിച്ചതെന്നും ശേഷം സൃഷ്ടിക്കാൻ ഉദ്ദേശിച്ച കാര്യങ്ങളെക്കുറിച്ചെല്ലാം രേഖപ്പെടുത്തിയത് അതുകൊണ്ടാണെന്നും ഹദീസിൽ രേഖയുണ്ട്. ലൗഹിന് ഫലകം എന്നാണ് അർത്ഥം. വമിൻ ഉലൂമിക ഇൽമൽ ലൗഹി വൽ ഖലമി. ലൗഹിൻ്റെ വിജ്ഞാനവും അങ്ങയുടെ വിജ്ഞാന ശേഖരത്തിൽപ്പെട്ടതാകുന്നു എന്ന് പറഞ്ഞു. ലൗഹ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫലകം എന്നാണ്. മനുഷ്യരെ സംബന്ധിക്കുന്ന വിധികളെല്ലാം രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു ഫലകം അള്ളാഹുവിൻ്റെ അടുക്കലുണ്ട്. അതാണ് ലൗഹ് എന്നതുകൊണ്ടുള്ള വിവക്ഷ. പരിശുദ്ധമായ ഖുർആനിൽ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. പേനയാണു സത്യം, അതുകൊണ്ട് അവർ രേഖപ്പെടുത്തുന്നതും സത്യം എന്ന് പറയുന്നുണ്ട് പരിശുദ്ധമായ ഖുർആനിൽ. ഏതെങ്കിലും തരത്തിലുള്ള ഭൗതിക വസ്തുക്കളാൽ നിർമ്മിതമായിരിക്കുന്ന പേനയോ ഫലകമോ അല്ല ഇവിടെ ഉദ്ദേശം. ഇവിടെ സൂചിക്കപ്പെടുന്ന ഖലമും ലൗഹും എന്ന് പണ്ഡിതന്മാർ പറയുന്നുണ്ട്. നമ്മുടെ ചിന്തയിൽ ഒതുങ്ങുന്ന അല്ലെങ്കിൽ ഭൗതിക ചിന്തയിൽ ഒതുങ്ങുന്ന ഒരു ഖലമും ലൗഹും അല്ല. ആ രൂപത്തിലുള്ള ഒരു പേനയും ആ രൂപത്തിലുള്ള ഒരു പലകയും അല്ല ഇവിടെ ഉദ്ദേശം എന്നതാകുന്നു. കാരണം പരിശുദ്ധമായ ഖുർആനും ഖലമ്, ലൗഹ് ഇതെല്ലാം ദിവ്യജ്ഞാന ശേഖരത്തിൻ്റെ ഭാഗമാണെന്ന് പരിശുദ്ധമായ ഖുർആൻ വാക്യങ്ങളിൽ നിന്ന് മഹാന്മാരായിരിക്കുന്ന മുഫസ്സിറുകൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ലൗഹിൻ്റെയും ഖലമിൻ്റെയും വിജ്ഞാനം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിജ്ഞാന ശേഖരത്തിൽപ്പെട്ടതാകുന്നു. ഇതാണ് ഇമാം ബുസ്രി റളിയല്ലാഹു അൻഹു പറയുന്നത്. വമിൻ ഉലൂമിക ഇൽമൽ ലൗഹി വൽ ഖലമി. ഇവിടെ ഇമാം ബുസ്രി റളിയല്ലാഹു തആല അൻഹു മിൻ ജൂദിക വമിൻ ഉലൂമിക എന്ന് പറഞ്ഞ് രണ്ട് സ്ഥലത്തും മിൻ കൊണ്ടുവന്നു. അഥവാ അതുദ്ദേശിക്കുന്നത് ദുനിയാവും ആഖിറവും പ്രവാചകരുടെ സംഭാവനയുടെ അല്പവശം മാത്രമേ ആകുന്നുള്ളൂ എന്നത് സൂചിപ്പിക്കാനാകുന്നു മിൻ എന്ന് കൊണ്ടുവന്നത് എന്നതാണ്. അതുപോലെ തന്നെ ഈ ഖലമിൻ്റെ വിജ്ഞാനവും ലൗഹിൻ്റെ വിജ്ഞാനത്തിൽ നിന്നും ഉള്ള വിജ്ഞാനങ്ങളെല്ലാം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിജ്ഞാനത്തിൽ അടങ്ങിയിട്ടുണ്ട്. ഇവിടെയും മിൻ എന്ന് കൊണ്ടുവന്നു. അതെല്ലാം സൂചിപ്പിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിജ്ഞാനത്തിൻ്റെ അല്പമേ ആകുന്നുള്ളൂ എന്നർത്ഥം. അപ്പം അള്ളാഹു സൃഷ്ടിച്ചതായിരിക്കുന്ന പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നൂറ് ഇതിൻ്റെ എല്ലാം മുകളിലാകുന്നു എന്നർത്ഥം. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നൂറാകുന്നു ഇതിൻ്റെ എല്ലാം, ലൗഹിൻ്റെയും ഖലമിൻ്റെയും എല്ലാം മുകളിൽ ആദ്യമായിട്ട് അല്ലാഹു തആല സൃഷ്ടിച്ചിട്ടുള്ളതും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നൂറായിരുന്നു എന്നാണ് മഹാന്മാർ വിശദീകരിക്കുന്നത്. നബിയേ, അതുകൊണ്ട് അങ്ങയുടെ ആ ജൂദ്, അങ്ങയുടെ ആ ഔദാര്യം, അതിൽ നിന്ന് അല്പം ഞങ്ങൾക്ക് നൽകണമേ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട്
മഹാനായ ഇമാം ബുസ്രി റളിയല്ലാഹു തആല അൻഹു അപേക്ഷിക്കുന്നത്. ഏതവസ്ഥയിലും അള്ളാഹുവിൻ്റെ കാരുണ്യത്തെക്കുറിച്ചു നിരാശപ്പെടാൻ മുസ്ലിങ്ങൾക്ക് ന്യായമില്ല. അതുകൊണ്ട് ഇമാം ബുസ്രി റളിയല്ലാഹു തആല അൻഹു തൻ്റെ അടുത്ത വരിയിലൂടെ അതിനെക്കുറിച്ചാണ് പറയുന്നത്. ഇങ്ങനെയൊക്കെയാണെങ്കിലും യാ നഫ്സി ലാ തഖ്നതി മിൻ സല്ലത്തിൻ അദുമത് ഇന്നൽ കബായിറ ഫിൽ ഗുഫ്റാനി കല്ലമമീ. യാ നഫ്സി, അല്ലയോ മനസ്സേ, ലാ തഖ്നതി, നീ നിരാശപ്പെടണ്ട, മിൻ സല്ലത്തിൻ അദുമത്ത്, വണ്ടമായ പാപങ്ങളെ ഓർത്ത് നീ നിരാശനാവണ്ട. ഇന്നൽ കബായിറ ഫിൽ ഗുഫ്റാനി കല്ലമമി, ചെറിയ കുറ്റങ്ങളെപ്പോലെ വലിയ കുറ്റങ്ങളും പൊറുക്കപ്പെടും, അള്ളാഹു പുറത്തു നൽകും. കാരണം അള്ളാഹു ഗഫൂറാണ്. അള്ളാഹു ഗഫൂറാണ്, കൂടുതൽ പുറത്തു തരുന്നവനാണ്. ചെറിയ പാപങ്ങളൊക്കെ അള്ളാഹു താല പുറത്തു നൽകുന്നുണ്ടല്ലോ. എന്നാൽ എന്തുകൊണ്ട് അള്ളാഹു വലിയ പാപവും ആ അള്ളാഹുവിന് പുറത്തുകൂടാ? അതുകൊണ്ട് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിൻ്റെ വിഷയത്തിൽ നീ പ്രതീക്ഷയോടുകൂടെ മുന്നോട്ട് പോകണം. പ്രതീക്ഷയോടുകൂടെയാണ് പ്രാർത്ഥിക്കേണ്ടത്. കാരണം റബ്ബ് തആല ഒരാൾക്ക് പുറത്തു കൊടുക്കാൻ തീരുമാനിച്ചാൽ പിന്നെ ഒന്നിൻ്റെയും ഒരു കുറവും റബ്ബ് തആല അവർക്ക് വരുത്തി വെക്കുകയില്ല. കാരണം അള്ളാഹുവിന് അതിനൊക്കെ അധികാരമുണ്ട്. എത്രത്തോളം പാപം ചെയ്ത ഒരാൾക്ക് മുഴുവനായിട്ട് പുറത്തു കൊടുക്കാനും റബ്ബ് തആലാക്ക് അധികാരമുണ്ട്. അതൊക്കെ അള്ളാഹുവിൻ്റെ ഔദാര്യത്തിൽപ്പെട്ടതാണ്. അതുകൊണ്ട് ശിക്ഷിക്കുന്നവനും അള്ളാഹു താല തന്നെയാണ്, മാപ്പാക്കുന്നവൻ അള്ളാഹു താല തന്നെയാകുന്നു. അതുകൊണ്ട് നഫ്സിനോട് ഇമാം ബുസ്രി റളിയല്ലാഹു തആല അൻഹു പറയാണ്, എൻ്റെ ശരീരമേ, നിന്നിൽ നിന്ന് സംഭവിച്ച വലിയ തെറ്റുകൾ അത് വളരെ അപായകരമാണെങ്കിലും നീ നിരാശനാവാതെ ഇരിക്കൂ, നിരാശനാവേണ്ടതില്ല. എന്തുകൊണ്ട്? അള്ളാഹുവിന് വേണമെന്ന് വെച്ചാൽ ആ മഹാപാപങ്ങളും ചെറുപാപങ്ങൾ പോലെ തന്നെയല്ലേ? റബ്ബ് അത് വേണമെങ്കിൽ പുറത്തു തരുകയല്ലോ. എല്ലാ പാപികളെയും പശ്ചാത്താപത്തിലേക്ക് പ്രതീക്ഷാപൂർവം കൈപിടിച്ചു കൊണ്ടുപോവുകയാണ് ഇമാം ബുസ്രി റളിയല്ലാഹു അൻഹു ഈ വരികളിലൂടെ. ഇന്നൽ കബായിറ ഫിൽ ഗുഫ്റാനി കല്ലമമീ, എല്ലാ പാപങ്ങളും അള്ളാഹുവിന് വേണമെങ്കിൽ ചെറുദോഷങ്ങൾ പോലെ തന്നെ അള്ളാഹുവിന് പുറത്തു തരാമല്ലോ. അള്ളാഹുവിൻ്റെ ഔദാര്യം റബ്ബ് തആല ഒന്ന് നീട്ടിയിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ വകയുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് പശ്ചാത്താപ മനസ്സിലേക്ക് ആകാൻ ഇമാം ബുസ്രി റളിയല്ലാഹു തആല അൻഹു നമ്മുടെയൊക്കെ മനസ്സുകളെ കൊണ്ടുപോവുകയാണ് എന്നർത്ഥം. എത്ര വലിയ പാതകം ചെയ്തു വെച്ചവനും തൗബയുടെ ഡോറ്, തൗബയുടെ വാതിൽ തുറന്നു കിടപ്പുണ്ട്. പശ്ചാത്താപത്തിൻ്റെ ഉപാധികൾ ഒത്തുവന്നാൽ മഹാപാപവും അള്ളാഹു പൊറുക്കാവുന്നതേയുള്ളൂ. അപ്പം ദോഷം ചെറുതാവട്ടെ വലുതാവട്ടെ, ചെറിയ ദോഷം പൊറുക്കുന്ന അതേ റബ്ബ് തന്നെയല്ലേ വലിയ ദോഷവും പുറത്തു തരേണ്ടത്? അപ്പോൾ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അവൻ ഔദാര്യവാനാകുന്നു, അവൻ മാപ്പ് ചെയ്യുന്നവനാകുന്നു, അവൻ കരുണാമയനാകുന്നു, അള്ളാഹു താല ദയാലുവാകുന്നു. അതുകൊണ്ട് ദോഷം ചെറുതായാലും വലുതായാലും പൊറുക്കേണ്ടത് ഒരേ ഒരു ശക്തി തന്നെയാണല്ലോ, അത് പടച്ച റബ്ബാണല്ലോ. ചെറുത് പൊറുക്കുന്ന റബ്ബിന് എന്തുകൊണ്ട് വലുത് പൊറുത്തുകൂടാ? ആ രൂപത്തിലാണ് അള്ളാഹുവിൽ നീ പ്രതീക്ഷ അർപ്പിക്കേണ്ടത് എന്ന് പറയാണ് ഇമാം ബുസ്രി റളിയല്ലാഹു തആല അൻഹു. റബ്ബിൻ്റെ കാര്യത്തിൽ ഒരിക്കലും നീ നിരാശനാവരുത്. കാരണം റബ്ബ് അത്രമേൽ ഉന്നതനാകുന്നു, അള്ളാഹു വലിയവനാകുന്നു. അള്ളാഹു സൃഷ്ടികളുടെ പാപം ഏതെങ്കിലും രൂപത്തിൽ പുറത്തു കൊടുക്കുന്നവനാകുന്നു. അപ്പം ചെറിയ തെറ്റുകൾ പുറത്തു കൊടുക്കുന്ന റബ്ബിന് എന്തുകൊണ്ട് വലിയ തെറ്റുകളും പുറത്തു കൊടുക്കാമല്ലോ? അപ്പോൾ അതാകുന്നു നിൻ്റെ പ്രതീക്ഷ വേണ്ടത്, നിൻ്റെ പ്രാർത്ഥനകളിലുള്ള പ്രതീക്ഷ. അതുകൊണ്ട്
എല്ലാ സമയത്തും പശ്ചാത്താപ മനസ്സുമായിട്ട് റബ്ബിനെ സമീപിക്കുകയാണെങ്കിൽ നിൻ്റെ ചെറിയ പാപങ്ങളോടുകൂടെ വലിയ പാപങ്ങളും അല്ലാഹു തആല പുറത്തു തരും എന്നാണ് മഹാനായ ഇമാം ബുസ്രി റളിയല്ലാഹു തആല അൻഹു തൻ്റെ സ്വന്തം ശരീരത്തിനോട് പറയുന്നത്. യാ നഫ്സി ലാ തഖ്നതി മിൻ സല്ലത്തിൻ അളുമത് ഇന്നൽ കബായിറ ഫിൽ ഗുഫ്റാനി കല്ലമമീ മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. മഹാനായ ഇമാം ബുസ്രി റളിയല്ലാഹു തആല അൻഹു 150 വരികളിലൂടെ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവിടുത്തെ പ്രകീർത്തനങ്ങൾ പാടി അവിടുത്തെ അപദാനങ്ങൾ പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് നേരിട്ട് മുനാജാത്ത് നടത്തുന്ന വരികളിലൂടെയാകുന്നു നമ്മൾ യാത്ര പോയിക്കൊണ്ടിരിക്കുന്നത്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ബാക്കി ഭാഗം അടുത്ത വരികളിൽ നമുക്ക് ചർച്ച ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ടും ഈ ഭാഗം തൽക്കാലം അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.